അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ കെ ഗെയിമോറൻസിന്റെ ഒരു അടുത്ത വീഡിയോ ആയിട്ട്. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന വേൾഡ് എന്ന് വെച്ചാൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വേൾഡ് ആണ്. നമ്മൾ ഇത്രയും കാലം കണ്ട പോലത്തെ ഒരു വേൾഡ് അല്ല. ഫുള്ളി ഇൻഫെക്റ്റഡ് മോബ്സും ഫുള്ളി ഇൻഫെക്റ്റഡ് പ്ലേസസും ആണ് ഇതിൽ വരുന്നത്. ഓവർ വേൾഡ് ഫുള്ളി അതുപോലെ തന്നെ ഇൻഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഇതാണ് കളിക്കാൻ പോകുന്നത്. ഞാനും അനിയനും ഇതിൽ സർവൈവ് ചെയ്യുമോ അതോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയാം. ഗായ്സ്, ഫംഗസ് ഇൻഫെക്ഷൻ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് മോബും ഇതെല്ലാം വേൾഡും എല്ലാം ഫംഗസ് വരും. ഇത് നമുക്കൊരു ചലഞ്ചാണ് ഗൈസ്. ഈ വേൾഡിൽ നമുക്ക് നന്നാക്കി എടുക്കണം. അതാണ് ഈ വേൾഡിലെ ചലഞ്ച്. BT ഡ്രാഗൺ അല്ലേ ഇതിൻ്റെ ചലഞ്ച് എന്ന് വെച്ചാൽ. BT ഡ്രാഗനും ഉണ്ട്. ഇല്ല, അത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നും അല്ല. അത് എവിടെയാ നല്ല സ്പ്രെഡായിട്ടുണ്ടാവുക? എനക്കറിഞ്ഞൂടെ, നമ്മൾ വേൾഡ് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. എടാ തുടങ്ങി കേട്ടോ, സ്പ്രെഡായി. എവിടെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. മോബ് സ്പോണാന്ന് നോക്കണ്ടടാ. ഇതുങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു ജീവൻ വെച്ച് രണ്ടാ. ഞാൻ ചത്ത്. ഞാനേ കല്ലെല്ലാം പടയൊക്കെ. എടാ ഓ ഇത് 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 സ്പോണായി തുടങ്ങിയല്ലേ. ഇത് എവിടെയാ വന്നേന്ന് മനസ്സിലാവുന്നില്ല. എടാ ഇത് നോക്കട, എവിടെയാ സ്പോണിങ് തുടങ്ങിയെന്ന്. എവിടെയാ? ഇവിടെ അടുത്താടാ. ഓ, ഓടിക്കാൻ പോലെ ഒന്നും നോക്കണ്ട. മാക്സിമം ഫുഡ് കളച്ച് കേട്ടാ. ഇവിടെ എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടോ നോക്കണം. നമുക്ക് പെട്ടെന്ന് വില്ലേജിൽ പോണം. അയൻകുളം സപ്പോർട്ട് ചെയ്തിരിക്കല്ലേ? വിശ്വസിക്കുന്നു. അയൻകുളത്തെ തട്ടി ഒരു കറി വെക്കുവോ? അതൊന്നും എനക്കറിഞ്ഞൂടെ. എടാ ഇതെന്താ പുതിയൊരു പോയിസം വന്നേക്കുന്നേ? ഓ ഞാൻ ചത്തോ, ഞാൻ ചത്ത്. ആടാ ഇവിടെ എത്തിയല്ലോ ഇത്. എടാ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ല, സോറി. ഞാനാ ഇതിനെ കണ്ട് ഇങ്ങനെ ഓടുക നിന്നോട് പറയാണ്ട്. സ്റ്റോണേജ് എത്തിയാ? സ്റ്റോണേജ് എത്തിയില്ല. വീടെല്ലാം പൊളിച്ചിട്ട് സ്റ്റോണേജ്. പന്നി നാനാ? നീയല്ലേ ഇവിടത്തെ ഒരു പന്നി. അമ്മച്ചിയും ഗുരുജീവനാ. പോശോ നീ ആരുടെ കളിക്കുന്നേ മറന്നു പറയാം. ആര്? നീയല്ല. ഫുഡുണ്ടോ? ഫുഡ് ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടേ, സോറി. അത് ഇവരോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇതിൽ നമുക്ക് സ്പോൺ റേറ്റ് ഒക്കെ കൂട്ടാൻ പറ്റും. അടപ്പോയി കുറച്ചുകൂടായിരുന്നു. ഇല്ല, എന്നാ ഇത് കോമണാ വെച്ചേ. കോമൺ ഉണ്ടായിരുന്നു. എന്നിട്ടാ പോരായിരുന്നേ. നല്ല കേവ് കിട്ടിയടാ. വാ 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 വാ. അവിടെ വെയിറ്റ് ചെയ്യും. ഓ നല്ല കേവൊക്കെ കിട്ടി. പക്ഷെ എൻ്റെ കൂമ്പ് വാടി. നീ എവിടെ?
പോയി കണ്ടുപഠിക്കടാ. കണ്ട വാട്ടർ ക്ലച്ച് ഞങ്ങൾക്ക് ടോൾസ് ഒന്നും ഇല്ല. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. മുകളിൽ ഇപ്പോൾ ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്നാലോ. ഞങ്ങൾക്ക് ടൂൾസ് ഇല്ലടാ. എന്നാ ക്രാഫ്റ്റിംഗ് ടേബിൾ കുറച്ച് കോൾ എടുക്കട്ടെ. അതിന് ടൂൾസ് അല്ല വേണ്ട എനിക്ക്. കത്തി ഇത് എന്നാ പിടിച്ചത്. ഇതൊക്കെ എനക്ക് എന്തിനാടാ വേസ്റ്റ്? വേസ്റ്റ് മാത്രമല്ല ചില ആവശ്യമുള്ള സാധനവും. എന്നാ നിനക്ക് ഫുഡ് വേണ്ടേ? ഹോസ്പോട്ട് വേണ്ടിട്ടാ എടാ. ഹോസ്പോട്ടാണ് ഫെദർ ആവശ്യമില്ല, ബീട്രൂട്ട് ആവശ്യമില്ല, ബാറിൽ ആവശ്യമില്ല. നിന്റെ കത്തിയ സാധനമൊക്കെ കിട്ടിയിരുന്ന പിടി. കത്തി പൊട്ടാൻ കഴിയും. കള്ളസാലെ പോവാ. നിനക്ക് ഞങ്ങളെ അടിക്കണം. അത്രയ്ക്കും ധൈര്യമായിട്ടില്ല കേട്ടോ. അതിന് മാത്രം ധൈര്യമുള്ള ആരും തന്നെ. നമുക്ക് കോപ്പർ എടുക്കേ. ആർമർ ഉണ്ടാക്കാൻ ചെറിയൊരു പ്രൊട്ടക്ഷൻ എങ്കിലും. എടാ നാളെ ട്രാപ്പ് എടാ ഒന്നും കൂടെ ഉണ്ടാക്കിക്കോ കത്തി. എന്താ? കൊടുത്ത് ടോർച്ച് പൊട്ടാത്ത ക്രീപ്പറിനെ കൊന്നു കേട്ടാ. സ്ഥിതിക്ക് പുതിയൊരു പോർഷൻ ഇല്ല. ആ പോർഷൻ ആവശ്യം. കത്തി പിടി. താങ്ക്സ് ബ്രോ. ബേസ് വേണ്ടടാ നമുക്ക്. എടാ റെഡിയാണോ നീ? എന്ത്? വാ കേവ്. റെഡിയല്ല. എന്താ റെഡി അല്ലാത്തത്? ഒരു ബേസ് ഉണ്ടാക്കിയാലോ? വേണ്ട നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഡയമണ്ട് കണ്ടുപിടിക്കാം. ഞാൻ ബെഡ് എടുത്തില്ലടാ. ബെഡന്റെ ഒരു ബേസ് ഉണ്ടാക്കിയാലോ? എന്നാ ഫുഡ് എന്തായാലും കുക്കഡാണോ? ഒറ്റൊന്ന് ഫുഡ് എടുക്കാം. കിട്ടുന്ന കോള് എനിക്ക് തായ. കോയിലല്ലേ ഇതിന്റെ മുകളിൽ ഇത്രയും കിടക്കുന്നത്? കണ്ണ് കാണത്തില്ല. എവിടെ? എടുക്കൂ. കടലെന്നെ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ചോപ്പ് അങ്ങോട്ട് ഒഴുകി വരുന്നുണ്ടാവും കേട്ടാ. എടാ ഒരു വെള്ളം വരുന്നില്ല, അതുവഴി വരുന്നുണ്ടാവും കോയിൽ കേട്ടാ. കോയിലെടുത്തിട്ടോ.
ഒഴുകി വന്നിട്ട് എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ. എടാ നിന്റെ അടുത്ത് ഏതോ മോബ് ഇരുന്ന് ഇൻഫെക്ഷൻ. ചെലന്തിയൊന്നുമില്ല. ഇതൊക്കെ എന്തോടെ ഒഴുകി വരുന്നു വെള്ളത്തിൽ കൂടെ. വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്ന ഷീപ്പൊക്കെ. ഇൻഫെക്റ്റഡ് ഷീപ്പ്. ഇൻഫെക്ഷൻ ഇവിടെ എത്തിയടാ തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഒഴുകിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇനിയും താഴെ പോകണമല്ലോ. അപ്പൊ പെട്ടെന്ന് ഡയമണ്ട് ആക്കണമല്ലോ. എന്നാ പോയില്ലേ പിന്നെ ഒരു ചെലന്തി വന്നു കേട്ടോ. ഷീപ്പുണ്ടോ പറയാ. ഷീപ്പ് എല്ലാ സാധനവും കൊണ്ട് പോനെ. വില്ലേജ് അന്നേരം വില്ലേജ് ഇത് ഇൻഫെക്ഷൻ ഇവിടം വരെ എത്തി കേട്ടോ ഗൈസ്. അത് നമുക്ക് പെട്ടെന്ന് വേണം ഇത് തീർക്കാൻ, അല്ലാണ്ട് നടക്കൂല. എന്നാ പോയി വേഗന്മാരെയൊക്കെ നാം നോക്കിക്കോളാം. ഇത് കുക്ക് ചെയ്തോ. പെട്ടെന്ന് ഫുഡ് കൊണ്ട് കുക്കാക്കിയിട്ട് അങ്ങ് പോവാം. ബാക്കിയുള്ളവങ്ങളൊക്കെ എന്നാ ബെഡ് എന്നാ ഈ ബെഡിൽ തൊട്ടോ. ഈ വെള്ളം നടുക്ക് കെട്ടിക്കിടക്കുന്നോണ്ടില്ല ഇവർക്കൊന്നും വരാൻ പറ്റില്ല. വെള്ളം ഇതാ. ഓ കാറ്റ് കുടിച്ചോണ്ടോ ഞാൻ ചെതാ ആലേക്ക് നേർന്ന് അടിക്കാൻ വരുന്നതാണോ ഒന്ന്. ഞാനെ പിടിച്ച് കൊല്ലട്ടെ. എന്റെ പെറ്റാക്കി അതിനെ. അത് തന്നെ നിന്നെ തിരിച്ചടിക്കും. മറ്റേ മോബ് ഇൻഫെക്റ്റഡ്. നമുക്ക് പോവാം. ഞാനിതിനെങ്ങനെ കൊല്ലു? സോറി ബ്രദർ, ഒന്നും ചെയ്യാനില്ല. ഇങ്ങോട്ട് വാ നീ. ഇപ്പൊ ഇവന്മാരെ തട്ടിയിട്ടാണ് ഇവന്മാരെന്നെ വന്നതിനെ കൊന്നത്. നീ വാ ഇപ്പൊ. ഇവനെ തട്ടിട്ട് ഇന്ന പിടി. ടോർച്ചും സാധനമൊക്കെ പിടിക്കേ. അത് വെള്ളത്തിൽ എടാ ടോർച്ച് എന്നാ ഇത് പിടിക്കേ. നിനക്ക് വേറെ പണിയുണ്ട്. ഇവിടെ ഒരു അയം കിട്ടിയടാ. ഇവിടെ ഉണ്ടല്ലോ 4 എണ്ണം. അത് തന്നെ ഞാനും കളക്ട് ചെയ്യാൻ പോകും. എനിക്ക് കാണുന്നില്ല. നാലെണ്ണം അല്ല ഇത്. എനിക്ക് കോപ്പർ കിട്ടിയേക്കട്ടെ. പാടാ. എവിടെ എവിടത്തെ കോപ്പർ വെച്ചില്ല ഉപകാരം ഉണ്ടോ? ഇല്ല, ഇത് സ്മെൽറ്റ് ആവട്ടെ. ചത്ത് പോകും പുള്ളി.
ഓ ടൈം എടാ എന്നെ കൊണ്ട് ടെലിപ്പോർട്ട് ആക്കാം. എനിക്ക് ടെലിപ്പോർട്ട് ആവാൻ പറ്റൂല കാരണം മറ്റേ ഓക്സിജൻ പറ്റി പിടിച്ചേക്കും. കേറി വാ. എനിക്ക് കയറാൻ പറ്റൂല. നമുക്ക് കത്തി ഉണ്ടാക്കാം. സാഹസിക വാട്ടറിന്റെ അകത്ത് നിന്നിട്ട് മൈനിങ് ചെയ്യുന്നു. ഒരയൺ കിട്ടിയടാ വെറുതെ. ഒരയൺ കിട്ടി. എന്നാ നിനക്കുള്ള സോഡും പിക്കും വന്നെടുക്ക് അതിന്റെ സോഡും പിക്കും എടുക്ക്. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നീ യുദ്ധമായിട്ട് ഇറങ്ങുന്ന വാ എന്തായാലും ഇറങ്ങാം. വഴി. ഓ മൈ ഗാഡ്. ഓ ഷിറ്റ്. ഞാൻ ചേർക്കണം. നിങ്ങളിവിടെ ഇങ്ങനെ ജീവിക്കാൻ വിടാൻ പറ്റൂലടാ. ഒരു ജീവനാണെന്ന് വെച്ച് അതിന് ക്രീപ്പറിനെ പൊട്ടിക്കാൻ പറ്റി വരുന്നുണ്ട് കേട്ടാ. എടാ മാറിക്കാം. ഇവർക്ക് അറ്റാക്കിംഗ് പവർ കൂടുന്നുണ്ടല്ലോ അതിനനുസരിച്ച്. വല്ലാണ്ട് കൂടുന്നുണ്ട്. സോംബി. ഓ ഓ മുകളിൽ പോവാ. പോയാലോ ഫുൾ ഇൻഫെക്റ്റ് ആയോടാ. ആടാ എന്റെ മോനെ തിന്നുവാ. ഇതോക്ക് ഫുൾ ഏരിയ ഇൻഫെക്റ്റഡ് ആണ്. നമുക്ക് എങ്ങനെയെങ്കിലും മറ്റേ പോയിസൺ ഉണ്ടാക്കണം കേട്ടാ. നിക്കടാ പോഷൻ എന്തൊക്കെയാ വേണ്ടത്. അത് നീ ഇങ്ങോട്ട് വാ. എടാ ഗൺ പൗഡർ, ഫംഗസ് പൗഡർ ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കുക? നീ കേവില് വാടാ ആദ്യം. വേറെ കേവ് കിട്ടി. എന്നോട് ഇത് പോയതാ നല്ല കോപ്പർ ആവശ്യമുണ്ടോ? കോപ്പർ ഇനി വേണമെന്നില്ല. അതെന്നാൽ ഇത്രയും പവർഫുൾ രീതിക്കായെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അയച്ച കുറച്ചെങ്കിലും ഒരു സമയം എടുക്കും. ഇത് ഇത്രയും പെട്ടെന്ന് റേഡിയസ് ലെവൽ കുറച്ച് റേഡിയസ് ലെവൽ വളരെ കുറവിലാടാ. കിട്ടോ മിനിമം റിക്വയർമെന്റ് അതെങ്കിലും വേണ്ടേ. അവന്മാരെടുക്കാൻ നീ എവിടെയുള്ള? കുറച്ചായ ഞാനും അയണെടുക്കുക. എത്രണ്ണം കിട്ടി? എനിക്ക് 19. 27. ഗായ്സ് നമ്മളിത് വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഭയങ്കര പവർഫുള്ളാ മോബൊക്കെ.
ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ഇതിന്റെ എന്താ അവസ്ഥ എന്ന്. ഈ ഫംഗസ് പൗഡർ നമുക്ക് ഉണ്ടാക്കാം കേട്ടാ. ഉം. കാരണം അതുണ്ടാക്കി നമുക്ക് ആ പോയിസൺ ഉണ്ടാക്കാം. ആ പോയിസൺ പറ്റുന്നുള്ളൂ കാര്യം. എടാ നമ്മള് ഡീപ്പ് എത്തിയടാ. ഉം. ഏ അമ്മച്ചിയെ ഇതിനടിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ സ്കൂളിലെ സ്കെൽട്ടൻ ഗ്രാവല് രക്ഷിച്ചടാ എന്നെ. ഉം. ഗ്രാവല് പറഞ്ഞു വീണ് സ്കെൽട്ടന്റെ പുറത്ത്. നന്നായി. താങ്ക് യു ഗ്രാവൽ. ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ 1.5 സ്റ്റാക്കിൻ്റെ അടുത്തായി. പോയില്ല ഞാൻ കുക്ക് ചെയ്യട്ടെ. കോളാടാ ഏ കോള. ആണ്. വലിയ ഗെയിം കിട്ടി. വാ എനിക്ക് അയൺ ആർമർ ഇട്ടുകൊണ്ട് പോകാം നമുക്ക്. ഞാനിവിടെ ഇറങ്ങിപ്പോയി. വെച്ചു എൻ്റെ ആദ്യത്തെ ഡയമണ്ട്. യെസ് കിട്ടി. ഫസ്റ്റ് ആണ്. യാ പൊട്ടി പൊട്ടി പൊട്ടി. എന്താ എന്റെ പ്രാർത്ഥിച്ചു. എന്താ വെള്ളം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? വെള്ളത്തിന്റെ അടുക്കല്ലേ ഇല്ലേ ഇരിക്കണം. Oh man, this is crazy. നീ ഒബ്സിഡിയൻ കളിച്ചില്ല? എത്ര ഡയമണ്ട് വേണ്ടി വരും ആർമറിന് ഫുള്ളായിട്ട്? എൻ്റെ കയ്യിൽ ഇപ്പം എത്രയുണ്ട്? മതിയാവുമായിരിക്കും. മാക്സിമം ഒരു 1.5 സ്റ്റാക്കെങ്കിലും വേണ്ടതാണ്. എന്തിനാ 1.5 സ്റ്റാക്കൊക്കെ? ആർമറിന് 1.5 സ്റ്റാക്ക് വേണ്ടി ആർമറൊക്കെ ആവശ്യം. നെതറൈറ്റ് ആക്കുവാണെങ്കിലും ആവശ്യമുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടൂല്ലേ മോനെ, അത് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? ഇത്രയും പാടാന്ന് വിചാരിച്ചു. ഓ ക്രീപ്പർ, ഫംഗസ് ക്രീപ്പർ കൊള്ളാലോ. ഏതാ സയാന്തായി പോയെ? നാനോ? എന്താ പറയുക, സമയം എത്രയും നോക്കൂ. ഗ്ലാസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ.
ഓക്കെ. സിംഗിൾ വേണം. എടാ കടലിൽ വല്ല വീക്ക്നെസ് ഒന്നും ഇല്ല. കടലിൽ വീക്ക്നെസ് അല്ലെങ്കിൽ എന്താ അവിടെ ആയതോളം ഉണ്ടല്ലോ ഇവിടെ. എടാ ഈ സാധനം നശിപ്പിക്കണം കേട്ടോ. ഈ സാധനം ഇവര് സ്പോണാക്കുന്ന സ്പോണറാണ്. ഇത് നമുക്ക് എങ്ങനെങ്കിലും നശിപ്പിച്ചേ പറ്റൂ. ഹലോ ഗൈസ്, ഞാനപ്പോൾ ഓവർവേൾഡ് തിരിച്ചെത്തേക്ക്. ഓ എന്നെ ബായ്. ഓ യോ എനിക്ക് ഹെൽപ്പ് വേണം. പുറകില് എന്റെ പുറകിലടാ. ഇവിടെ പുറകിൽ നോക്കണ വലിയ എന്ത് ഡാമേജ് ആടാ അമ്മേ. അതിന്റെ ആ സ്പോണർ എങ്ങനെങ്കിലും പൊട്ടിക്കണമല്ലോടാ. ഓ ഇതെന്ത് ഇത് ഭയങ്കര പവർഫുൾ ആയി വരുവാണല്ലോടാ. ഓടിക്കോ. ഇവിടെ ഒരു സ്പോണർ ഉണ്ട്. ഈ സ്പോണർ പൊട്ടിക്ക്. നീ പൊട്ടിക്ക്. എടാ നീ സഹായിക്കല്ലെങ്കിൽ നീ പൊട്ടിക്ക്. എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഞാനൊരു പേരെ കൊണ്ട് You want some help, I think? എവിടെ പോയ സ്പോണർ കാര്യങ്ങള്? വാ ഇങ്ങോട്ട് വാ. ആദ്യം എന്തായാലും നമുക്കാദ്യം നെതറിൽ പോവാം. നെതറിൽ പോണോ? നമ്മുടെ ഇതിന്റെ അകത്ത് ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഇത് എൻഡർ ഡ്രാഗൺ അല്ല. എടാ ഇതിന്റെ വല്ല ആവശ്യമുള്ള സാധനം ഉണ്ടോന്ന് നോക്കിയേ. എനിക്ക് ഒന്നും മനസ്സിലാവുന്ന ഫുള്ള് തലക്കിലാണ്. എനിക്ക് അത് എന്റെ ആവശ്യമില്ലാത്ത സാധനം കളട്ടെ. നല്ല പാടാണല്ലോ. ഒരു സ്റ്റോറേജ് സിസ്റ്റം നമുക്ക് വേണ്ട. ആർമർ ഏകദേശം മൊത്തം പൊട്ടി. ഡയമണ്ട് താ. ഞാൻ ആർമർ ഉണ്ടാക്കാൻ പോവാണ്. എന്റെ എല്ലാ ഡയമണ്ടും കിട്ടുക. I see you with your head right there.
നിനക്ക് ഡയമണ്ട് തികയൂലല്ലോടാ. സാരമില്ല. അപ്പൊ ഡയറ്റ് ഉണ്ടാക്കി തന്നു. നിന്റെ കയ്യില് ഡയമണ്ട് വേറെ ഇല്ല? ഡയമണ്ട് ഒക്കെ ഉണ്ട്. നീ അയണ്ട ഉണ്ടാക്കിത്താ. എന്നാ ഒന്നുകൂടെ ഇതെടുക്കാൻ പോവാ. അയണ്ട ഉണ്ടാക്കാതില്ലേ? അയണില്ല. എന്നാ പോ. Come on, let's go. നിന്റെ കയ്യില് സോഡും കാര്യമൊന്നും ഇല്ലല്ലോ? ഡയമണ്ടിന്റെ സോഡ ഉണ്ടാക്കി. പിക്കേക്സോ? മഷ്റൂം ഒക്കെ ഉള്ള സ്ഥലത്ത് വില്ലേജ് ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ ലൂട്ട് ചെയ്തത്? എടാ ഇവിടെ വൈറസ് സ്പോണായി തുടങ്ങിക്കല്ലോ. നീ പറഞ്ഞ സ്ഥലം എടാ വില്ലേജ് കംപ്ലീറ്റ് ആയിട്ടില്ല. അൺകംപ്ലീറ്റഡ് വില്ലേജ്. മോനെ ഇതുങ്ങളൊക്കെ കൊണ്ട് യു വാണ്ട് സം ഹെൽപ്പ്? വേണ്ടി വരും. അമ്മച്ചിയെ വന്നതോ എനിക്ക്. ഇവിടെ സ്പോണർ ഉള്ളത്. സ്പോണർ വേണോ? ഇല്ലത് തനിയെ ഇതാവും. ബോംബ പെട്ടെന്ന് പോയിക്കോ. സ്പോണറിന്റെ ആവശ്യമില്ല. ചിലതുങ്ങളൊക്കെ ഇല്ലേടാ. ഓ ഐ വാണ്ട് ഹെൽപ്പ്. പൊന്ന് സ്ഥലത്താണ് ജീവൻ വേണമെങ്കിൽ ജീവൻ വേണമെങ്കിൽ ചെറിയ ജീവൻ. നിങ്ങളെ കൊന്നിട്ട് കാര്യമില്ലടാ. എന്ത് നിങ്ങളെ കൊന്നാലും തീരുന്നില്ലല്ലോ. അതാ വൈറസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. എങ്കിലും എന്നെ കൊന്നോണ്ടിരിച്ചിട്ട് കാര്യമില്ലടാ. നമുക്ക് പോവാം. മോനെ ഇല്ലടാ നീ ഇത് പുതിയ കൊടുക്കുന്നേ. ലൂട്ടടാ. എന്ത് ലൂട്ട്? ഇതിന്റെ കുറച്ച് ലൂട്ടായിട്ടുള്ള ആ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ വേണം. അതുകൊണ്ടെന്താ പോയാലോ? പല ഉപകാരങ്ങളുണ്ട്.
നമുക്ക് ബീറ്റ് എൻ്റർ ഡ്രാഗൺ ആക്കിയാലോ? ഈ വീഡിയോയിൽ നമുക്ക് പേര് നടക്കൂല. അത് പ്രേക്ഷകരോട് ആർക്കെങ്കിലും ജീവൻ കുറവുണ്ടെങ്കിൽ ഓടി വന്ന് പറഞ്ഞു കൊടുക്കണം. എടാ നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് കഴിക്കാം. ഇവിടെ ക്യാരറ്റ് ക്യാരറ്റൊക്കെ ഞാൻ തെറ്റ് എവിടെന്നെങ്കിലും ഒരു കഷ്ണമെങ്കിലും ഒപ്പിക്കാൻ ശ്രമിക്കും. Trade with this guy. Oh, that's great. Pumpkin salad. Villager potato. നീ അവിടെ തന്നെ വില്ലേജർ പൊട്ടാട്ടോ അല്ല I need 22 potatoes. Sorry, villager. Something in Parliament. നിങ്ങൾക്ക് ചെടി തൊട്ട ദേഷ്യം വരും. ദേഷ്യം ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വരുമ്പോൾ അപ്പോൾ ഹലോ ഗൈസ്, ഈ എപ്പിസോഡ് എല്ലാവർക്കും ബോറായിട്ട് തോന്നിയെന്ന് അറിയാം. എന്നാലും അടുത്ത എപ്പിസോഡ് റെഡിയാക്കാം. കാരണം ഈ എപ്പിസോഡ് ഫുള്ളായിട്ട് മൈനിങ് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് വലിയ സുഖമില്ലായിരുന്നു. ഞങ്ങൾക്കും വലിയ സുഖമൊന്നും തോന്നിയിട്ടില്ല. സംഭവം ഇതിൽ മെയിനായിട്ട് മോബെല്ലാം ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച എൻജോയ്മെൻ്റ് എല്ലാം ചെയ്ത് പതുക്കെ ഇതാവാണ് പ്രോഗ്രസ് ചെയ്യാണ്. അതാണ് പ്ലാന്. അപ്പം കൈയൊക്കെ വേദന എടുക്കും. എൻചാൻറ്റ് ചെയ്യാൻ നമുക്ക് എൻചാൻറ്റിങ് ടേബിളും പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. അപ്പം അതെല്ലാം ചെയ്തിട്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുവാണ്. അപ്പം അടുത്ത എപ്പിസോഡ് വരുന്നതെന്ന് വെച്ചാൽ ഫുൾ എൻചാൻറ്റ് ആർമർ ഇട്ടിട്ട് ഫുള്ള് അതിന് നമ്മുടെ ഇൻഫെക്റ്റഡ് മോബ്സിനെല്ലാം കൊല്ലുന്നതാണ്. അതിന് ശേഷം നെതറിൽ പോകണോടാ? ഡ്രാഗനെ കൊല്ലണ ഇതില് വേണ്ടാലോ. ഈ വേൾഡ് എങ്ങനെയെങ്കിലും രക്ഷിക്കുന്നതാണ് ഈ വേൾഡിൻ്റെ ഇത്. അപ്പം നമ്മുടെ സ്പോൺ പോയിന്റ് രക്ഷിക്കണം നമുക്ക്. അതാണ് നമ്മുടെ ഈ വേൾഡിൻ്റെ ലക്ഷ്യം. പിന്നെ ഗായ്സ്, നിങ്ങൾക്ക് എന്ത് ചലഞ്ച് വേണമെങ്കിലും പറയാം, ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആർക്കും എന്ത് ചലഞ്ച് ചോദിക്കാം. പിന്നെ കുറച്ച് ആൾക്കാർ ബെഡ്റോക്കിന്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ കോർക്രാഫ്റ്റ് ചെയ്യാൻ ഇനി അടുത്ത റിലയൻസ് ആണ് വരാൻ പോകുന്നത്. റിലയൻസ് കഴിഞ്ഞ് തന്നെ ഉറപ്പായും ചെയ്യുന്നതായിരിക്കും. ഈ ഗോളം എന്തിനാ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നത്? നിനക്ക് അത്രയ്ക്ക് ധൈര്യമായില്ലേ? വിട്ടേക്കടേ. വേണണ്ടാ ഇങ്ങോട്ട് വെക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. അപ്പം ടാറ്റ ബൈ ബൈ.